താമരശ്ശേരി കട്ടിപ്പാറ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ ഇന്ന് പുനരാരംഭിക്കാനിരുന്ന സമരം മാറ്റി. അനുമതി ലഭിച്ചെങ്കിലും ഫാക്ടറി ഇന്ന് തുറക്കാത്തതിനെ തുടർന്നാണ് സമരം താൽക്കാലികമായി മാറ്റിയത്. ഫ്രഷ് കട്ടിന് നിയന്ത്രണങ്ങളോടെ തുറന്ന് പ്രവർത്തിക്കാൻ ജില്ലാ കളക്ടർ അനുമതി നൽകിയെങ്കിലും സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ഫ്രഷ് കട്ട് കോഴിയറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരായ പ്രതിഷേധം അക്രമാസക്തമായതിനു പിന്നാലെ അടച്ചിട്ട ഫാക്ടറിക്കാണ് വീണ്ടും തുറന്നു പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ചത്. എന്നാൽ ഡയറക്ടർ ബോർഡ് യോഗം ചേർന്ന് പോലീസ് സുരക്ഷ ഉറപ്പാക്കിയ ശേഷം മാത്രമേ സ്ഥാപനം പ്രവർത്തനം തുടങ്ങൂവെന്നാണ് ഫ്രഷ് കട്ട് മാനേജ്മെന്റിന്റെ നിലപാട്. ഇതോടെയാണ് ഇന്നു വൈകുന്നേരം പുനരാരംഭിക്കാനിരുന്ന സമരം താൽക്കാലികമായി മാറ്റിയത്. മുൻപ് സമരം നടത്തിയിരുന്ന അമ്പലമുക്കിൽ പന്തൽ കെട്ടി സമരം ആരംഭിക്കാനായിരുന്നു തീരുമാനം. സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നും രാത്രി യോഗം ചേർന്ന് പുതിയ തീയതി തീരുമാനിക്കുമെന്നും സമരസമിതി അറിയിച്ചു. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന ജില്ലാതല ഫെസിലിറ്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി കടുത്ത നിയന്ത്രണങ്ങളോടെയാണ് ഫാക്ടറിക്ക് തുറക്കാൻ അനുമതി നൽകിയത്. വൈകിട്ട് 6 മുതൽ 12 വരെ പ്രവർത്തിക്കരുത്. പ്രതിദിനം 20 ടൺ അറവ് മാലിന്യം മാത്രമേ സംസ്കരിക്കാവൂ. പഴകിയ അറവ് മാലിന്യം ഫാക്ടറിയിലേക്ക് കൊണ്ടുവരരുത് തുടങ്ങിയവയാണ് നിയന്ത്രണങ്ങൾ. ഫാക്ടറി തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാരും പറയുന്നു. ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. കാരണം ഇത്രയും കാലം 6 വർഷത്തോളം ഞങ്ങൾ അനുഭവിക്കുന്നു. അതുകൊണ്ട് കളക്ടർ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അവർ ഒരാഴ്ച അതിന്റെ ഉപാധികളോട് മുമ്പോട്ട് പോകും. വീണ്ടും അത് നേരെ തിരിച്ചു തന്നെ വരുള്ളൂ. അതേസമയം ഫ്രഷ് കട്ടിനെതിരായ പ്രതിഷേധം അക്രമാസക്തമായതുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. 14 പേരെയാണ് ഈ കേസിൽ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മീഡിയ 1 കോഴിക്കോട്.